എൻ്റെ ഫാദർ മരിച്ചിട്ട് 43 വർഷം ഈ കഴിഞ്ഞ ദിവസം കഴിഞ്ഞു. എൻ്റെ ഫാദർ ഉണ്ടായിരുന്ന സമയത്ത് ഞങ്ങളുടെ ചാത്തങ്കലിലൊരു CMൻ്റെ ക്യാമ്പ് വെച്ചു. അന്ന് ചാത്തങ്കലിൽ പാലമില്ല, വന്നെത്താൻ വളരെ ബുദ്ധിമുട്ടുണ്ട്. എൻ്റെ ഓർമ്മ ശരിയെങ്കിൽ പാസ്റ്റർ മോസംപുരയാണ് അവിടെ ശുശ്രൂഷിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ഇന്നത്തെ പോലെയല്ല അന്ന് ക്യാമ്പ്. ഞങ്ങളുടെ അടുത്തുള്ള ഒരു സ്കൂളിലാണ് എല്ലാവരും വന്ന് താമസിക്കുന്നത്. കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തും ഒരു കൊച്ചുകുട്ടിയായിട്ട് തെല്ലിലൂടെ പോയി ഞാനത് നോക്കിയത് ഓർക്കുന്നുണ്ട്. അതെനിക്കൊരു 6-7 വയസ്സ് കാണാം. അതിനുശേഷം ഈ ക്യാമ്പിൻ്റെ 2ാമത്തെ ദിവസം ഒരു നീളം കുറഞ്ഞ പാസ്റ്റർ 1-2 പേരും കൂടെ ഞങ്ങളുടെ വീട്ടിൽ കിടന്നു. ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളുടെ അമ്മയോട് സുവിശേഷം പറയുമ്പോൾ ഞാനത് ചേർന്നു. ഒരു പക്ഷേ ഞങ്ങളുടെ വീട്ടിലെ അന്ന് സുവിശേഷവുമായിട്ട് എത്തിച്ചത് CM ആണ്. ആ CM മുഖാന്തരമാണ് സുവിശേഷം ഞങ്ങളുടെ വീട്ടിൽ എത്തിയത്. അപ്പം എൻ്റെ അമ്മ പറയുന്നത് ഞാൻ ഓർക്കുന്നുണ്ട്, എനിക്കിത് താല്പര്യമാണ്, എന്നാൽ പിന്നെ അടുത്ത ദിവസം തൊട്ട് ആരാധന കിടന്നോണെന്ന് പറയുമ്പോൾ ഹസ്ബൻഡ് സമ്മതിക്കത്തില്ല എന്നുള്ളതൊക്കെ പറഞ്ഞത് എൻ്റെ കുഞ്ഞു മനസ്സിലിങ്ങനെ ഇരിക്കുകയാണ്. ഈ CM ആണ് ഒരർത്ഥത്തിൽ ഞങ്ങളെ വീട്ടിൽ സുവിശേഷം കൊണ്ടുവന്നത്. പിന്നീട് CMൻ്റെ പ്രവർത്തനത്തിൽ പങ്കാളിത്തം വഹിക്കാൻ ഇടയാക്കി. ആ CMൻ്റെ ഈ കേരള സ്റ്റേറ്റിൻ്റെ ചുമതല വഹിക്കാൻ അവസരങ്ങൾ നൽകി. ആ CMനായിരിക്കുന്നതായ വേളയിൽ ക്യാമ്പ് നടത്തിയ സന്ദർഭത്തിൽ മണക്കാലായിൽ വെച്ച് ഏതാണ്ട് 40ഓളം കുഞ്ഞുങ്ങൾ ഒറ്റ രാത്രിയിൽ ആത്മസ്നാനം പ്രാപിക്കുന്നത് കാണുവാൻ ദൈവമിടയാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ വിദ്യാഭ്യാസ സഹായങ്ങൾ പലയിടങ്ങളിൽ കടന്നു പോകുന്ന അർഹതപ്പെട്ടവരെ കാണുക. എൻ്റെ ജീവിതത്തിൻ്റെ മറ്റൊരു കാര്യമാണ് CMൽ പ്രവർത്തിച്ചപ്പോൾ ഒരു കർത്തൃദാസൻ പാഴ്സയിൽ മാത്രം താമസിച്ചു വീട്ടിൽ. അദ്ദേഹത്തിന് ഒരു സ്ഥലം കണ്ടെത്തുകയും അതിനുവേണ്ടി നിരന്തരമായിട്ട് അധികാരികളെ ചെന്ന് കണ്ട് ആ സ്ഥലം കിട്ടിയതിന് ശേഷം എൻ്റെ മനസ്സിൽ തന്നെ രൂപം കണ്ട ഒരു പ്ലാന് വരച്ചതിന് ശേഷം ഞാൻ തന്നെ അതിന് മുൻപിൽ നിന്ന് മനോഹരമായൊരു ഭവനം പണിയുവാനായിട്ട് ദൈവം ഇടയാക്കി. പിന്നത്തേതിൽ വളരെ കണ്ണുനീരോടുകൂടെ അവരതിൽ സന്തോഷത്തോടുകൂടെ പാർക്കുന്നത് കാണുവാൻ ദൈവം ഇടയാക്കി. അപ്പോൾ നമ്മളെ ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുമ്പോൾ ചെറിയ ആരംഭങ്ങളെ തുച്ഛീകരിക്കാത്ത ദൈവം. അന്ന് ഞങ്ങളുടെ വീട്ടിലേക്ക് CMൻ്റെ ക്യാമ്പിന് ആ ദൈവദാസന്മാർ കടന്നു വന്നു. അവർക്കറിയത്തില്ലായിരുന്നു ആ വീട്ടിൽ ഇങ്ങനെ ഒരാളെ സുവിശേഷ വേലയ്ക്ക് ദൈവം ചെയ്തിട്ടുണ്ട്, കണ്ടിട്ടുണ്ട് എന്നുള്ളത്. ഒരു ദൈവദാസന്മാരുടെ കാര്യമുണ്ട്, അഭിഷക്തന്മാരുടെ കാൽ ദൈവത്തിൻ്റെ സീലാണ്. ആ സീല് പതിയുന്ന ഒരു കുടുംബത്തെ ദൈവം മാറ്റിവിടത്തില്ല, ദൈവം അനുഗ്രഹിക്കും. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു സമയത്ത് എവിടെയെങ്കിലും ഒന്ന് കയറി പ്രാർത്ഥിക്കാനോ സുവിശേഷം പറയാനോ ഒക്കെ അവസരം തരുമ്പോൾ ആത്മാവിൻ്റെ പ്രേരണ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മളത് ചെയ്യുമ്പോൾ അതിനെ വലിയ അനുഭവങ്ങളാക്കി ദൈവം മാറ്റുവാനായിട്ട് ഇടയാകും. ഞാൻ ഈ വാക്കുകൾ ഇവിടെ പരിമിതപ്പെടുത്തേണ്ടത് ആവശ്യമാണ്. സമയത്തിൻ്റെ പരിമിതിയോട് എനിക്ക് അവസരം തന്ന പ്രിയപ്പെട്ട നന്ദി ദൈവം.